ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ മോളീസ് ഗാർഡനിൽ നിൽക്കുകയാണ്. ഇവിടുത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സ് ഒക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ധാരാളം പയർ നട്ടിട്ടുണ്ട്. ഇപ്പോൾ അതേ നോക്കിയേ, പടർന്ന് കയറുന്നുണ്ട്. പിന്നെ വെണ്ടയ്ക്ക, ഓക്കെ, ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പയറാണ്. പുതിയ വെണ്ടയൊക്കെ വന്നിട്ടുണ്ട്. കായ്ച്ച തുടങ്ങി ചെറുതായിട്ട്. കുറേ മൂട് നട്ടിട്ടുണ്ട്. ഇതെല്ലാം വെണ്ടയാണ് കേട്ടോ. പിന്നെ ചീരയെല്ലാം കുറേയൊക്കെ മുറിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ചീര തോരൻ വയ്ക്കാനെല്ലാം. ബാക്കി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ടൊമാറ്റോസ് എത്തിയിട്ടുണ്ട്. കുറേ ടൊമാറ്റോസ് നട്ടു, അതെല്ലാം കായ്ച്ചു തുടങ്ങി, ചെറുതായിട്ട് പഴുത്ത് തുടങ്ങി. ഇതൊരു എത്രയുണ്ട് ഇവിടെ? 1 2 3 4 മൂടുണ്ട്. പഴുത്ത് ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇത് നോക്കിയാൽ നമ്മുടെ അമരയ്ക്ക, കോഴി അമരയ്ക്ക അല്ല, സാധാരണ അമരയ്ക്ക. അതെ, ഉണ്ട് ഇങ്ങനെ, ഇതില്ലേ അമരയ്ക്ക. ഇതിലും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഈവനിങ് ടൈമാണ്, ഇച്ചിരി വാടി നിൽക്കുവാണ്, വെള്ളം ഒഴിക്കാൻ സമയമായി. ഇതിലും എല്ലാം ഉണ്ട്, കായ്ച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം പയറാട്ടോ, ഇതെല്ലാം പയറാണ്. ഇപ്പോൾ ഏറ്റവും സങ്കടകരമായൊരു വാർത്തയും കൂടെ പറയാം. നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെ രമ്പയില ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ആർക്കാണെങ്കിലും കൊടുക്കാൻ പറ്റുന്ന അത്ര രമ്പയിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു രമ്പയില പോലും എടുക്കാനില്ല, കംപ്ലീറ്റ് പട്ടുപോയി. ഞാനിവിടെ ഇല്ലാതിരുന്ന സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അതിൻ്റെ ദുഃഖമുണ്ട് എനിക്ക്. ഇതൊക്കെ വെണ്ടയാണ്. പിന്നെ വഴുതനങ്ങയുണ്ട്, അതൊക്കെ ഇങ്ങനെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ കഴിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മുടെ ചൈനീസ് കറിവേപ്പില നന്നായി വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ ഇതാണ് നമ്മുടെ സമ്മർ സമയത്തുള്ള വിശേഷങ്ങൾ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് പോകാം. ഇപ്പോൾ വൈകുന്നേര സമയമാണ്. ഞാൻ എൻ്റെ ടെറസ് കിച്ചണിലേക്ക് പോകാൻ പോവുകയാണ്, നമ്മുടെ എലൻ വ്ളോഗ്സിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ കുക്കിംഗ് എല്ലാം ടെറസ് കിച്ചണിലാണ്. ഞാൻ വിചാരിച്ചു, ഇപ്പോൾ സമ്മർ ടൈമല്ലേ, സമ്മർ ടൈമിൽ കുറച്ച് പുഡിങ്സ് അങ്ങനത്തെ കാര്യങ്ങൾ, തണുത്ത കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കണു. പിന്നെ കുടിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ അതെല്ലാം നമ്മൾ വെള്ളത്തെ കിച്ചണിലാണ്. യെസ്, നമ്മുടെ ടെറസ് കിച്ചൺ. പോകുന്ന വഴിക്ക് ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് പോകാം. ടെറസിലും കൂടി പോയി നോക്കാം, അവിടുത്തെ വിശേഷങ്ങളും കൂടി ഒന്ന് കാണിച്ചാൽ. ഇത് നോക്കി, ഇവിടെ എനിക്ക് അതിശയമുള്ളൊരു കാര്യം പറയട്ടെ. ഓക്കെ, ഒരു ക്യാപ്സിക്കം. ഞാൻ അറിഞ്ഞുകൊണ്ട് നട്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ഗാർഡനർ ചേട്ടൻ മുളകെന്ന് പറഞ്ഞ് വാങ്ങിയിട്ട് വന്നതാണ്. ആക്ച്വലി ഇതൊരു ക്യാപ്സിക്കം ആയിരുന്നു. ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, അത് പറിച്ചു. അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനല്ല പറിച്ചത്, വേറെ ആരണ്ട് പറിച്ച് താഴെ കൊണ്ട് തന്നു എനിക്ക്. ഇത് ക്യാപ്സിക്കം അല്ലേ എന്ന് ചോദിച്ചിട്ട്. ഇതൊക്കെ പുതിയ മുളകിൻ്റെ തൈയാണ്. മുളക് ഇപ്രാവശ്യം കുറച്ച് കുറവായിരുന്നു ആദ്യം, അതുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് നട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ് അല്ലേ, ഇതെല്ലാം കാണുമ്പോൾ, ഒരു ഗ്രീനറി എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ. ഇതൊന്നും ഒരു ലാഭത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്, സത്യം പറഞ്ഞാൽ ലാഭമല്ല, നഷ്ടമാണ്. ഒരുപാട് രൂപ നമ്മളല്ലാണ്ട് ഇതിൻ്റെ പരിപാലനത്തിനായിട്ട് ചിലവഴിക്കുന്നുണ്ട്. പക്ഷേ അതല്ല, നമ്മുടെ ഒരു സന്തോഷം വേറെയാണ്. നമ്മൾ നട്ട് വളർത്തി അതിങ്ങനെ കായ്ക്കുമ്പോൾ, പൂക്കുമ്പോൾ, അതിൽ നിന്നും കുറച്ച് ഈൽഡ് എടുക്കുമ്പോൾ, വേറെ നമ്മൾ മരുന്നൊന്നും അടിച്ച് ചെയ്യുന്നതല്ലല്ലോ. നീം ഓയിൽ, വേപ്പിൻ്റെ ഓയിൽ കുറച്ച് വെള്ളവും കൂടെ മിശ്രിതമാക്കിയിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ഇലയിലൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു. കാര്യം ചില ഇലയ്ക്കൊക്കെ പ്രത്യേകിച്ച് വെണ്ടയുടെയും ഒരു വൈറ്റ് വന്നില്ലേ, അപ്പോൾ അത് പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് മാറ്റമുണ്ട്, കാണുന്നുണ്ട്. നമ്മുടെ ചെടികൾക്കൊക്കെ ഇടയ്ക്ക് 2 ദിവസം വേനൽ മഴ കിട്ടിയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അവർക്ക്. ഇപ്പോൾ വീണ്ടും വേനൽ മഴ വന്നു എന്ന് അവർ തെറ്റിദ്ധരിക്കും. ഞാനിപ്പോൾ മഴത്തുള്ളി പോലെ ആക്കി വിടുകയാണ്. അവരെ പറ്റിക്കാം. സന്തോഷിക്കട്ടെ. എന്തായാലും അവർക്ക് വെള്ളം കൊടുക്കാൻ നമ്മളൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല. മൊത്തത്തിൽ നല്ലൊരു ഗ്രീനറിയിലാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഓക്കെ, ഇവിടുത്തെ വെള്ളം ഒഴിച്ചിട്ട് മുകളിലേക്ക് പോകാം. ഒരു കറിവേപ്പിലയും കൂടി ഉണ്ട്. ഇത് നോർമൽ കറിവേപ്പില. നിറച്ച് പുതിന ഉണ്ടോ? പുതിനയ്ക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞാൽ ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അത് സ്വന്തമായിട്ട് ഇങ്ങനെ ഹാപ്പി ആയിട്ട് വളർന്നു വരുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്തോ ഭാഗ്യം. ഇനി മല്ലിയിലയും കൂടി ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എളുപ്പമായി. ചേമ്പിൻ ചീര, അതെ, എല്ലാം ഇങ്ങനെ. മൈസൂർ ചീര, എന്തൊക്കെയല്ലേ പലതരം ചീര.
ഇഞ്ചി വിളവെടുപ്പെല്ലാം കഴിഞ്ഞാൽ അത് കുറേ കൊടുക്കാൻ പറ്റി കേട്ടോ. ബാക്കിയുള്ളത് നമ്മളിങ്ങനെ കുറച്ച് ഒരു 6-7 മൂട് ഇങ്ങനെ വെറുതെ നട്ടിട്ടുണ്ട്. പനിക്കൂർക്ക ഇഷ്ടം പോലെ ഉണ്ട്. ഇത് ഇഞ്ചി മാറ്റി നട്ടതാ, ഒരുപാടില്ല, കുറച്ചേ ഇട്ടുള്ളൂ. ബാക്കി ഇത് അതുപോലെ ഈ കോവലുണ്ടല്ലോ, കോവൽ കംപ്ലീറ്റ് പട്ട് പോയതായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ വെച്ച് മുറിച്ച് വിട്ടു. അപ്പോൾ ഇത് വീണ്ടും അതിൻ്റെ റീഗ്രോത്താണ്, ഗ്രീനായിട്ട് വന്നു. അതൊരു നല്ല സന്തോഷം. അത് ആവശ്യം പോലെ ഈൽഡ് വന്നാണ്, എന്നിട്ടാണ് അത് പട്ടുപോയത്. പക്ഷേ ഇപ്പോൾ വീണ്ടും തിളർത്ത് വന്നു. അത് നല്ല ചെടിയാട്ടോ, പാവം, വെരി പാവം. വർഷച്ചീരയാണ്, അതുകൊണ്ട് മുറിച്ചെടുത്താൽ മതി. പിന്നെ താഴേന്ന് വളരും, ഇലകൾ വരും. ഓൾമോസ്റ്റ് ഡൺ. ഓക്കെ, ഇനി മുകളിലേക്ക് പോവാം. ഇനി ടെറസിലും കൂടി കയറി നോക്കാം എന്താണ് അവസ്ഥയെന്ന് കാണിച്ചു തരാം. കിളികളൊക്കെ സുഖമായിരിക്കുന്നു കേട്ടോ. അയ്യോ, അങ്ങോട്ട് കയറിയില്ലെന്നേ ഉള്ളൂ. അതെ, അവിടെ അവരെല്ലാവരും റെസ്റ്റ് എടുക്കുകയാണ്. മരക്കൊമ്പുകളിലൊക്കെ ഇരിക്കുന്നുണ്ടോ അകത്ത്, ടേക്കിംഗ് റെസ്റ്റ്. അതെ, നമ്മുടെ മുരിങ്ങയുടെ അവസ്ഥ. മുരിങ്ങയുടെ ഒരു സൈഡ് കംപ്ലീറ്റ് ഒടിഞ്ഞു പോയി. പിന്നെ അപ്പുറത്തെ വീട്ടുകാർ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അത് മുറിച്ച് മാറ്റി കൊടുത്തു. ഒരു സൈഡ് കാഴ്ച വരുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കുഞ്ഞ് അതിൻ്റെ പൂ വരെ ഏതാണ്ട് കിളിയില്ല. അണ്ണാൻ വന്ന് അതിൻ്റെ പൂ വരെ കഴിച്ചുകൊണ്ട് പോകുന്നു എന്നാണ് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട്സ്. അണ്ണാന് വേറെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല അതോട്. അപ്പോൾ എൻ്റെ മുരിങ്ങയുടെ പൂവാണ് പറിക്കുന്നത്. ഇവിടുത്തെ കാഴ്ച നോക്കിയാൽ എന്ത് ഭംഗിയാന്ന് നോക്കൂ. ഈ നാരങ്ങ ഉണ്ടോ, ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്, വലിയ സൈസാണ്. നോക്കൂ, ഇഷ്ടം പോലെ കഴിക്കുന്നുമുണ്ട്. ഞാൻ തന്നെ കണ്ടുവിടുകയാണ് കേട്ടോ. നിറയെ ജ്യൂസ് കിട്ടും. ഓക്കെ, ഒരു കൊലയിൽ 5 എണ്ണമാണ് ഒരു കൊലയിൽ. ഇതിന് താങ്ങാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഇതിൻ്റെ വെയിറ്റ്. പിന്നെ സിംഗിളായിട്ടും കിടക്കുന്നുണ്ട്. അതെ, അപ്പുറത്തെ സൈഡിലൊക്കെ ഇങ്ങനെ ഒരുപാട് കഴിക്കാറുണ്ട്. ഇത് ഒരു ഹൈബ്രിഡ് ഇനമാണെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ ഓൾ സ്പൈസ് ഇച്ചിരി വിഷമത്തിലാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും വെയിൽ അതിന് ആവശ്യമില്ലാന്ന് തോന്നുന്നു. ഇവനെ താഴോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ടു മച്ച് ഓഫ് സണ്ണാണ്. പിന്നെ ബൊഗേൻവില്ലയൊക്കെ കുഴപ്പമില്ല. ഇത് നോക്കൂ, നമ്മുടെ അലോവേറ ഇസ് ഓക്കെ. ഇതൊക്കെ പുതിയ ഗ്രോത്താണ്. അതാണ് ആ ഗ്രീൻ കളർ. ഇതിനും ഇത്രയും വെയിലൊന്നും ആവശ്യമില്ല. പക്ഷെ ഇപ്പോഴത്തെ ആ സമ്മർ വെയിൽ, ഭഗവാനെ. ഇതേ അങ്ങോട്ട് നോക്കിയേ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം. നമ്മുടെ ഓപ്പോസിറ്റ് ശ്രീകൃഷ്ണ ഭഗവാനെ കാണാം. ഇപ്പോൾ വൈകുന്നേരം സമയം 6 മണിയായി കേട്ടോ. ഇപ്പോൾ ഇനി പുറത്തെ കാഴ്ച എല്ലാം ഒന്ന്, കിളികളൊക്കെ തിരിച്ചു കയറുന്ന സമയമാണ്. അതുകൊണ്ട് ഒരു ഡള്ളാണ് ഈ ഒരു ടൈം. ഇപ്പോൾ സൺസെറ്റ് ആയിട്ടില്ല, അവിടെ നിൽക്കുന്നേ ഉള്ളൂ. 6:30 ആകുമ്പോൾ സൺസെറ്റും ആകും. അപ്പുറത്തെ വീട്ടിലെ വാസുചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ നല്ലതായിട്ട് അവരെല്ലാം ചെടികളെയൊക്കെ സൂക്ഷിക്കുന്ന കൂട്ടത്തിലാണ്. കണ്ടോ, അവിടെ ഒരു ഗാർഡനറും വരും. അല്ലാണ്ട് തന്നെ അവിടെ ചേട്ടനും ചേച്ചിയെല്ലാം നന്നായിട്ട് നോക്കും. അവരുടെ വീട്ടിലെ പൂക്കൾ കണ്ടോ, എല്ലാം നല്ല കറക്റ്റ്. ബൊഗേൻവില്ല ആണെങ്കിലും കുറച്ച് അതെല്ലാം നേരെ ചൊവ്വേ നോക്കിയാലേ ചെടികളൊക്കെ പൂക്കുള്ളൂ നന്നായിട്ട്. അത് തെറ്റിപ്പൂവാണെങ്കിലും മുല്ലയാണെങ്കിലും പിച്ചിയാണെങ്കിലും നന്ദ്യാർവട്ടം, മാവ് എല്ലാം ഒരു കൃഷി. നല്ലൊരു കൂളാണ് അവിടെ, കാണുമ്പോൾ അറിയാമല്ലോ, നല്ല നീറ്റാണ്, സൂക്ഷിക്കുന്നത്. ഈവനിങ് ടൈം എല്ലാ ദിവസവും ഇതുപോലെ ടെറസിൽ വന്ന് കുറേ നേരം നടക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. എല്ലാ ദിവസമൊന്നും പറ്റാറില്ല, പറ്റുന്ന ദിവസം ഇതുപോലെ. ഇപ്പോൾ വലിയ കാറ്റില്ല, പക്ഷേ ഇച്ചിരി നേരം ഇരിക്കുമ്പോൾ കാറ്റൊക്കെ വരും. വെയിലില്ല, കൂളാണ്. ഇനി നമ്മുടെ ടെറസ് കിച്ചൺ. അപ്പോൾ ഞാനിന്ന് ആദ്യം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ ഇവിടെ ടെറസ് കിച്ചണിൽ വരുന്ന ദിവസം 2-3 നമ്മുടെ വീഡിയോസ് എടുക്കും, 2-3 എപ്പിസോഡ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു പുഡിങ് ആദ്യം ഉണ്ടാക്കാൻ വെച്ചു. അപ്പോൾ ഒരു സ്റ്റീംഡ് പുഡിങ് ഉണ്ടാക്കാൻ പോകണു, അല്ലാണ്ടൊരു സെറ്റ് ചെയ്യാനുള്ളൊരു ജെല്ലി പുഡിങ് ഉണ്ടാക്കാൻ പോകണു. 2 പുഡിങ് മനസ്സിലുണ്ട്. സമയം കിട്ടുകയാണെങ്കിൽ, ഞാൻ ടയർഡ് ആയില്ലെങ്കിൽ ഒരു 3ാമത്തെ ഒരു കാര്യം കൂടി ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു തണുത്ത ഒരു സർബത്ത് പോലെ എന്തെങ്കിലും ഒരു കാര്യം കൂടി. ഓക്കെ, ഇന്നിപ്പോൾ ഞാൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. ഒരു 6 മണിയല്ലേ ആയിട്ടുള്ളൂ. ഒരുപാട് ഇപ്പോൾ കുടുംബങ്ങളും അനുക്കുട്ടിയൊന്നും ഇവിടെ ഇല്ല. ബോയിച്ചേട്ടൻ അവരെല്ലാം ബോയിച്ചേട്ടൻ്റെ അമ്മയുടെ അവിടെ പോയിരിക്കുക. അപ്പോൾ അവർ തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കുറേ ജോലി തീർത്തിട്ടുണ്ടാകും. അപ്പോൾ അകത്തേക്ക് കയറാം. അങ്ങനെ നമ്മൾ ടെറസ് കിച്ചൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ പുറത്തെ വിശേഷങ്ങളെല്ലാം കണ്ടല്ലോ. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് ഡേ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 2-3 കുക്കിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. 2 പുഡിങ്ങാണ് പ്ലാൻ ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് സ്റ്റീംഡ് പുഡിങ്ങാണ്. അപ്പോൾ ഇതിന് ഓവൻ വേണ്ട, പിന്നെന്താ ഓവൻ വേണ്ട, പ്രത്യേകിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഇലക്ട്രിക് ഓവനും വേണ്ട, ഒന്നും വേണ്ട. നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. സെറ്റ് ചെയ്യുന്ന പുഡിങ്ങും അല്ല. അപ്പോൾ ജലാറ്റിനോ ചൈന ഗ്രാസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ഇതൊരു കസ്റ്റേർഡ് പുഡിങ്ങാണ്.
നമ്മൾ ഇതൊരു കോക്കനട്ട് കസ്റ്റേർഡ് പൊടി, ഇപ്പോൾ നോമ്പ് കാലത്തേക്കൊക്കെ പറ്റിയൊരു കാര്യമാണ്. ഒരു 6 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ 1.5 കപ്പ് നല്ല കുറുകിയ തേങ്ങാപ്പാൽ. അപ്പോൾ തേങ്ങയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ നല്ല കുറുകിയ തേങ്ങാപ്പാൽ എടുക്കാൻ ശ്രമിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് വാങ്ങണമെങ്കിൽ, മാഗിയുടെ ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ 25 ഗ്രാമിൻ്റെ 6 പാക്കറ്റ് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു 150 ഗ്രാംസ് പൊടി. എന്നിട്ട് ഇപ്പോൾ 100 ഗ്രാമിൻ്റെ പാക്കറ്റ്, 200 ഗ്രാമിൻ്റെ പാക്കറ്റ് ആണെങ്കിൽ എൻ്റെ 1/4 ഭാഗം എടുക്കുക. എന്നിട്ട് അതിലൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല കുറുകുറാന്നുള്ള തേങ്ങാപ്പാൽ കിട്ടും, നല്ല കുറുകിയ പാൽ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും തേങ്ങാപ്പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് 1.5 കപ്പ് കുറുകിയ തേങ്ങാപ്പാൽ. ഇനി ഒരു 6 മുട്ട വേണം. പിന്നെ പഞ്ചസാര ഏകദേശം ഒരു 200 ഗ്രാം എന്ന് പറയാം. അപ്പോൾ അത് മധുരം നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇതൊരു ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്കോ ഉണ്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. പക്ഷെ ഞാനിപ്പോൾ മിക്സിയിലിട്ട് റെഡി അടിക്കാമെന്ന് വിചാരിക്കുന്നു. 6 മുട്ട. എഗ് വൈറ്റും യെല്ലോയും എല്ലാം ഒന്നിച്ച് തന്നെയാണ്. ആറ് മുട്ടയും ഇതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ നമുക്കൊരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആദ്യം ചേർക്കാം. ഇനി ഒന്ന് ബീറ്റ് ചെയ്യാം. നന്നായിട്ട് ബീറ്റായി വന്നു. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. അപ്പോൾ ടോട്ടലായിട്ട് 8 ടേബിൾ സ്പൂണാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ടാണ്. ഇതിപ്പോൾ അത്യാവശ്യം മധുരമുണ്ട്. ഇനി ആ തേങ്ങാപ്പാലും കൂടി നമുക്ക് മിക്സ് ചെയ്യാനുണ്ടല്ലോ. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഇതിനകത്തേക്ക് മിക്സായി കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് 6 മുട്ട 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതുവരെ ചേർത്ത് നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. അധികം പാടൊന്നുമില്ല, പെട്ടെന്ന് സെക്കൻഡ്സ് തന്നെ എടുത്തുള്ളൂ. ഇനി ഇതിലേക്കാണ് തേങ്ങാപ്പാലും കൂടി ചേർക്കാൻ പോകുന്നത്. കുറുകിയ തേങ്ങാപ്പാൽ. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. സോ സിമ്പിൾ അല്ലേ? ഇതിനെക്കാട്ടി എളുപ്പത്തിലൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റില്ല. ദിസ് ഈസ് കോക്കനട്ട് കസ്റ്റേർഡ് പുഡിംഗ്. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. സ്റ്റീമറിലാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ ഇഡ്ഡലി പാത്രമാണ്. ഇനി ഇതൊന്ന് കത്തിക്കാം. പുഡിംഗ് മോൾഡിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. ഓക്കെ, ഒരു 1/4 ഭാഗം വരുന്ന രീതിയിൽ. ഇതിപ്പോൾ 2 ചെറിയ മോൾഡിലാണ് ഞാൻ ചെയ്യുന്നത്. സിംഗിൾ മോൾഡായിട്ടും ചെയ്യാം കേട്ടോ. കുറച്ചുകൂടെ വലിപ്പമുള്ളതാണെങ്കിൽ സിംഗിളിൽ ചെയ്യാം. ഇത് അലൂമിനിയം ഫോയിൽ വെച്ചിട്ടോ ബട്ടർ പേപ്പർ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്യാം. ഇനി അലൂമിനിയം ഫോയിൽ കൊണ്ടിട്ട് ഞാൻ കവർ ചെയ്യാൻ പോണു. ഇതിലിപ്പം അടുപ്പ് കത്തിച്ചു, സ്റ്റീം വരാറായി വരുന്നു. സ്റ്റീം വന്നു കഴിഞ്ഞിട്ടൊരു 20 മിനിറ്റ് അത് മതിയാകും. 20 to 25 മിനിറ്റ്സ്. ചെറിയ പാത്രമല്ലേ. ഇനി ഇതിങ്ങനെ വയ്ക്കാം. ഇനി സ്റ്റീം വന്നു തുടങ്ങിയിട്ടില്ല, ഏകദേശം വരാറായിട്ടുണ്ട്. വന്നു കഴിഞ്ഞിട്ടൊരു 20-25 മിനിറ്റ് ഒന്ന് നമുക്ക് ടൈം വയ്ക്കാം. രണ്ടാമത്തെ മോൾഡിലുള്ളത് അവിടെ ഇരിക്കുവാണ്. ഇത് കഴിഞ്ഞിട്ട് അതും കൂടി സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറായി സമയം. 25 to 30 മിനിറ്റ്സ് ആണ്. ഞാനിപ്പോൾ അരമണിക്കൂർ വെച്ചു. തുറന്ന് നോക്കട്ടെ. അപ്പോൾ ഇതൊന്ന് അല്പം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. അത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഒരു ബൗൾ, അതും കൂടി ഇതിനകത്ത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടും കാണാം. അപ്പോൾ 2 കാര്യവും റെഡിയാണ്. ഇതിപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഡിമോൾഡ് ചെയ്യാം. യെസ്, നമ്മുടെ കോക്കനട്ട് കസ്റ്റേർഡ് പുഡിംഗ് ഈസ് റെഡി. ഇനി ഒരു മോൾഡിലും കൂടി ഉണ്ട്. അത് തണുത്തിട്ടേ ഡിമോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെൻ്റെ ടേസ്റ്റ് എന്ന് അത്യാവശ്യം മധുരം ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ അത്രയും പഞ്ചസാര ചേർത്തല്ലോ. ഇത്രയും മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ കുറച്ച് ചേർത്താലും മതി. ഇത് നല്ല കോക്കനട്ട് ആൻഡ് എഗ് ഫ്ലേവർ ആയിരിക്കും. ഇത് നമ്മുടെ ശ്രീലങ്കക്കാരൊരു വട്ടലപ്പം ഉണ്ട്, അതിലാണ് ഈ ശർക്കര ചേർത്താണ് ചെയ്തത്. ഇത് പഞ്ചസാരയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു എന്താ പറയുക, നമുക്ക് നോമ്പിനൊക്കെ പറ്റിയൊരു കാര്യമാണ്. നോമ്പ് തുറക്കുന്ന സമയത്തെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഏകദേശം അങ്ങനത്തെ ഒരു കാര്യമായിട്ട് നമുക്കൊരു വിഭവമായിട്ട് കൂട്ടാം. അപ്പോൾ മുട്ടയാണല്ലോ, മുട്ടയും തേങ്ങാപ്പാലും ഒക്കെയുള്ള ഫ്ലേവർ. അപ്പോൾ ഇതിന് ഒരു തേങ്ങാപ്പാലിൻ്റെയും മുട്ടയുടെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെ വരുന്നത്. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ചട്ടിപ്പത്തിരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഫ്ലേവർ. ഇതിനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ചുകൂടെ ഏലക്ക പൊടി അങ്ങനത്തെ കാര്യങ്ങൾ, ജാതിക്ക പൊടിച്ചതൊക്കെ ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവറും കൂടി കിട്ടും. അത് ഓപ്ഷണലാണ്. വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർക്കാം,
ജാതിക്ക പൊടിച്ചതും ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഇഷ്ടമാണെങ്കിൽ അത് ആ ഒരു ഫ്ലേവറിലും ചെയ്യാം. പക്ഷേ കൂടുതലും ഒരു പക്ഷേ ഇഷ്ടപ്പെടാൻ സാധ്യത ഏലക്കാപ്പൊടിയുടെയൊക്കെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നോക്കിയിട്ട് ഇഷ്ടത്തിന് ചെയ്യുക. അപ്പോൾ ഈ ഒരു അളവിൽ വലിയ ബൗളിലാണെങ്കിൽ നിങ്ങൾക്കൊരു 30 മിനിറ്റ് കൊണ്ട് മാക്സിമം 30 മിനിറ്റ്സ് തന്നെ ധാരാളം മതിയാവും. ഓക്കെ, അതുപോലെ ഡീമോൾഡ് ചെയ്ത് ഒന്നിച്ചുണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ 2 ചെറിയ പാത്രം ആയതുകൊണ്ടാണ്. ഇതും സൈഡിൽ നിന്നൊക്കെ വിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഡീമോൾഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ ഈ വീഡിയോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക. അതൊരു സിമ്പിളൊരു പുഡിങ്ങാണ്. ഇതൊരു കോക്കനട്ട് എഗ് കസ്റ്റേർഡ്. ഓക്കെ, കോക്കനട്ട് കസ്റ്റേർഡ് പുഡിങ്. ഈ പുഡിങ്ങിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് ഹോട്ട് പുഡിങ്ങായിട്ടും കഴിക്കാം, കോൾഡായിട്ടും കഴിക്കാം. അതായത് ഉണ്ടാക്കിയ ഉടനെ ചൂടായിട്ടും കഴിക്കാം, തണുപ്പിച്ച് കഴിക്കാം. പിന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ സ്പൂൺ വയ്ക്കുമ്പോൾ തന്നെ താഴ്ന്നു പോകും. ഇതേ നോക്കിക്കോളൂ. ഇതേ കട്ട് ചെയ്യാനാണെങ്കിൽ ഈ രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. സോ ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മുടെ വട്ടയപ്പം മാതിരിയല്ല. ആഹാ, വായിലിട്ടാൽ അലിഞ്ഞു പോകും. സോ സോഫ്റ്റ്. നോക്കി എന്ത് പോകുന്നത്. ഇറ്റ്സ് എ കോക്കനട്ട് കസ്റ്റേർഡ് പൊടി. ടേസ്റ്റി. ടെക്സ്ചർ നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റും. കണ്ടോ, ഇറ്റ്സ് സോ സോഫ്റ്റ്, വെരി വെരി സോഫ്റ്റ്. ഉണ്ടാക്കി നോക്കാൻ മറക്കണ്ട, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഇതുണ്ടാക്കി നോക്കണം. ഈ പുഡിങ് ഇത് നോമ്പ് കാലത്തേക്കും പറ്റിയതാണ്. അല്ലാണ്ടൊരു പുഡിങ്ങായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാം എല്ലാവർക്കും. അപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ, അല്ലെങ്കിൽ വാനില എസൻസ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം. അപ്പോൾ പരീക്ഷിക്കണം. ഓക്കെ, എന്തായാലും സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.